പീഠത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം 100% മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സമൂഹമാണ്. ആ ദ്വീപ് സമൂഹത്തിൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്ത്? മുസ്ലിം സമൂഹമാകുമ്പോൾ പൂർണ്ണമായിട്ടും അവർ ഇസ്ലാമിൻ്റെ രീതിശാസ്ത്രമനുസരിച്ചായിരിക്കണം ജീവിക്കേണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇസ്ലാം അതിൻ്റെ പ്രമാണങ്ങളായ ഖുർആൻ, അതേപോലെ ഹദീസ്, മറ്റു പണ്ഡിത ഉദ്ധരണികൾ, അതിലൊക്കെ ഈ ലഹരിയെക്കുറിച്ച് അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് വല്ല പഠനങ്ങളും ഉണ്ടോ എന്ന് നമുക്ക് ആദ്യമായി ഹുസൈൻ ഉസ്താദിനോട് ചോദിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹിജറ 41 സഹാബികളുടെ കാലത്തോടടുത്ത ഘട്ടത്തിൽ വിശുദ്ധ ഇസ്ലാം നമ്മുടെ നാട്ടിലെത്തി. ആ ഒരു ചര്യയും സംസ്കാരവും നിലനിർത്തിയത് കൊണ്ട് തന്നെ പൂർണ്ണമായും വളരെയധികം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും കൊലപാതക കേസില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാടുകൾ മാറാൻ പറ്റി. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ലഹരിയെ കുറിച്ചുള്ളത് വിശുദ്ധ ഇസ്ലാമിന്റെ ചതുർ പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്, അവിടുത്തെ പ്രവൃത്തി, അവിടുത്തെ മൗന അനുവാദം, ഇതാണ് ഹദീസ്. ഈ ഹദീസിലും ഇജ്മാ, പണ്ഡിതന്മാരുടെ ഏകോപന അഭിപ്രായത്തിലും ഖിയാസ്, വിശുദ്ധമായ ഖുർആനിൽ നിന്ന് പിടിക്കപ്പെട്ട കാര്യങ്ങൾ, ഇതിലൂടെയെല്ലാം ലഹരി അനുവദനീയമല്ലെന്നും കർശനമായി നിരോധിച്ചതാണെന്നും തള്ളേണ്ടതാണെന്നും വെറുക്കപ്പെടേണ്ടതാണെന്നും നമുക്ക് കണ്ടെത്താൻ കഴിയും. അതേമായി വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. അത് പിശാചിന്റെ കെണിവലയാണ്, പിശാചിന്റെ ഭാഗത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ഫജ്തനിബൂഹു, അതിനെ ഒയ്യണം. കള്ളു കുടിക്കരുത്, കഞ്ചാവ് ഉപയോഗിക്കരുത്, ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് പാടെ വിട്ടു നിൽക്കണം. എന്തിനാ? ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിജയികളാവുകയില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്ന മറ്റൊരു വശം. അപ്പൊ വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി ഇസ്ലാം വിശ്വസിക്കുന്ന ആളുകളോട് എടുത്തു പറഞ്ഞ ഒരു വാക്യം കൂടിയാണ്. രണ്ടാമതായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് പരിശോധിച്ചാൽ തങ്ങളും പറയുന്നുണ്ട്, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, എല്ലാ മോശത്തരങ്ങളുടെയും ഉമ്മ അത് കള്ളുകുടിയാണ്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, ഒരു പണ്ഡിതൻ, നല്ലൊരു മനുഷ്യൻ ഒരു പെണ്ണിന്റെ മുമ്പിലെത്തി. ആ പെണ്ണ് അദ്ദേഹത്തോട് വ്യഭിചരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്, അദ്ദേഹം മാറി നിൽക്കുന്നു. രണ്ടാമതായി കുട്ടിയെ കൊല്ലാൻ ആവശ്യപ്പെടുന്നുണ്ട്, അദ്ദേഹം മാറി നിൽക്കുന്നു. മൂന്നാമതായി ആ പെണ്ണ് പറഞ്ഞു, എന്നാൽ എന്റെ കയ്യിലുള്ള ഈ കള്ള് കുടിച്ചോളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഏതായാലും ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, ഒരാളെ കൊന്നിട്ടില്ല, കള്ളു കുടിക്കാനല്ലേ. ആ സമയത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വരികയും, കള്ളു കുടിക്കാനല്ല, പിന്നെന്താ പ്രശ്നം, അന്ന് കുടിച്ചോളൂ എന്നുള്ളതിന്റെ പേരിൽ ഇദ്ദേഹം കള്ളു കുടിച്ചു എന്നാ. കള്ളു കുടിച്ചപ്പോ പിന്നെ ആ പെണ്ണിനെ വ്യഭിചരിക്കുകയും പിന്നീട് ആ കുട്ടിയെ കൊലപ്പെടുത്തുകയും ചെയ്ത കേസ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ കള്ള് നമ്മുടെ നാട്ടിൽ വ്യാപകമായി നമ്മുടെ കുട്ടികൾക്കിടയിൽ തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മുസ്ലിം ആണെങ്കിൽ, ഇസ്ലാം വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതിനെതിരെ ശബ്ദിക്കുകയും തൂലിക ചലിപ്പിക്കുകയും മരണം വരെ പോരാടുകയും ചെയ്യുന്നത് എന്റെയും മുസ്ലിമാണെന്ന് പറയുന്ന നിങ്ങളുടെയും ബാധ്യതയാണ്. ആ ബാധ്യത മറന്ന് നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ നാളെ റബ്ബിന്റെ കോർട്ടിൽ ചെന്നാൽ തീർച്ചയായും അതിനെതിരെ അല്ലാഹു തആല നമ്മളോട് ചോദിക്കുമെന്ന് ഈ തരുണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്ന ഇതിനെതിരെ ഞങ്ങളുടെ നാട്ടിൽ ഡഗ് ഫ്രീ കവരത്തെ അവയർനെസ് കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്.